നാളെ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒരു 3 ഗ്ലാസ് പച്ചരി രാവിലെ തന്നെ 8 മണിയായപ്പോൾ കഴുകി വൃത്തിയാക്കി കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4 മണിയായപ്പോൾ ഞാനത് അരയ്ക്കാൻ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ടൈപ്പ് വലിപ്പമുള്ള ഒരു തേങ്ങ, പിന്നെ ഒരു കപ്പ് ചോറ്, പിന്നെ ഈസ്റ്റ്, നാളികേരം വെള്ളം, പഞ്ചസാര, ഉപ്പ്, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം 2 സ്റ്റെപ്പായിട്ട് എനിക്ക് അരച്ചെടുക്കണം. അത്ര വലിയ ജാറല്ല എൻ്റെ, 3 ഗ്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാനത് 2 പ്രാവശ്യമായിട്ട് അരയ്ക്കുകയാണ്. അപ്പോൾ അരി ഇട്ടു ആദ്യം, ഇനി നാളികേരം ഇട്ട് കൊടുക്കാം, പകുതി നാളികേരം ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇനി ചോറിടാം. അപ്പോൾ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നാളികേരം വെള്ളം ഞാൻ രാവിലെ ഒരു നാളികേരം പൊതിച്ച് അതിലത്തെ വെള്ളം പഞ്ചസാര ഒരു സ്പൂൺ ഇട്ട് വെച്ചതാണ്. തലേദിവസം വെച്ചതൊന്നല്ല കേട്ടോ, വളരെ കുറേ പുളിക്കുന്നത് വട്ടപ്പത്തിന് നല്ലതല്ല. ഇവിടെ രാവിലെയാണ് ഇട്ട് വെച്ചത്. ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. ചെറിയ സ്പൂണാണ്, അതിൻ്റെ 1/4 സ്പൂണാണ് ഉപയോഗിക്കുന്നുള്ളൂ. എനിക്ക് ഈസ്റ്റ് ഇടുമ്പോൾ പേടിയാണ്, ആദ്യം ഇട്ടില്ല. അപ്പോൾ ഇടുന്നത് ഒരു ഗ്ലാസ് പഞ്ചസാരയാണ്. അതിൻ്റെ പകുതി പഞ്ചസാര ഇട്ട് കൊടുക്കാം ആദ്യത്തെ സ്റ്റെപ്പിന്. ഇനി ഇടേണ്ടത് ഒരു നുള്ളു ഉപ്പാണ്, അത് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇനി ബാക്കി ഉള്ള വെള്ളം ആദ്യം നമ്മൾ കുതിർത്തി വയ്ക്കാൻ ഉപയോഗിച്ച വെള്ളം തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ വല്ലാണ്ട് നിറഞ്ഞ് തുളുമ്പി വയ്ക്കേണ്ട, ആ അരിയുടെ ഒപ്പം തന്നെ നിന്നാൽ മതി. അങ്ങനെ അരച്ച് കൊണ്ടുവന്നതാണ്, വളരെ നൈസായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ട് അത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പും ഞാൻ അതേപോലെ തന്നെ അരിയും ഒക്കെ ഇട്ട്, അരിയും ചോറും നാളികേരമൊക്കെ ഇട്ട് അങ്ങനെ അരച്ചതാണ്. ഈസ്റ്റ് പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് ഈസ്റ്റ് ഇടുമ്പോൾ ഒരു വിഷമമാണ് അപ്പൂക്കുള്ള കാരണം. ആ 1/4 ടീസ്പൂൺ തന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ ഞാൻ. പക്ഷെ നാളികേരം വെള്ളം പഞ്ചസാര ഇട്ട് വെച്ചത് ഞാൻ രാവിലെ ഇട്ട് വെച്ചത്, 6 മണിയായപ്പോൾ ഇട്ട് വെച്ചതാണ്. അതാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഞാൻ ആദ്യം നോക്കിയപ്പോൾ അതിൽ ഒരു സ്വല്പം കട്ടി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറ് 2-3 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട്, ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി അതിലൊഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം പാകമായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇളക്കണം, തവി കൊണ്ടല്ല, കൈ കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ വട്ടയപ്പം കിട്ടും. അപ്പോൾ ഞാൻ ഈസ്റ്റ് ഉപയോഗിച്ചത് ഒരു 1/4 ടീസ്പൂൺ മാത്രമാണ് കേട്ടോ. ആദ്യമൊക്കെ ഉപയോഗിക്കാറുണ്ട്, ഇപ്പോൾ ഈ അപ്പ് വന്നപ്പോൾ എനിക്ക് ഈസ്റ്റ് കാണുമ്പോൾ പേടിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നന്നായി പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇളക്കിയ കാരണമാണ് കേട്ടോ അത് താഴെ നിൽക്കുന്നത്. ഇനി നമുക്കത് അധികം ഇളക്കി ഇതാക്കണ്ട, നമുക്ക് പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ ഒരു അണ്ടിപ്പരിപ്പ് ഒരു 3-5 വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്രിസ്മസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് കയറ്റാം. ഇഡ്ഡലി ചെമ്പിലാണ് ഉണ്ടാക്കണം. അപ്പോൾ അതൊരു 10-15 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. കുത്തി നോക്കിയപ്പോൾ പാകമാണ്. അപ്പോൾ ഞാൻ ഇറക്കി വെച്ചതാണിത്. ഞാനത് തണുത്ത് വരട്ടെ. അപ്പോൾ കാണാൻ ഭംഗിയുറവ് തോന്നിയപ്പോൾ ഞാൻ ഈത്തപ്പഴത്തിൻ്റെ കുറേശ്ശെ വെച്ചതാണ്. എൻ്റെ കയ്യിൽ ക്രിസ്മസ് ഇല്ല, ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ വെച്ചെന്നുള്ളൂ. അപ്പോൾ വട്ടയപ്പം നന്നായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വട്ടയപ്പം നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.